ഓം നമ ശിവായ. ശിവ അഷ്ടോത്തര ശതനാമാവലിയുടെ 71-ാമത്തെ നാമം ഇവിടെ സമാരംഭിക്കുകയാണ്. അതായത് ഓം മൃത്യുഞ്ജയായ നമഃ എന്നാണ് 71-ാമത്തെ നാമം. മൃത്യുവിൻ്റെ ദേവൻ യമനാണ്. യമൻ്റെയും ദേവനാണ് മൃത്യുഞ്ജയൻ. കാപട്യമില്ലാത്ത ശിവഭക്തിയോടെ മഹാദേവനെ ഭജിക്കുന്നവരുടെ ആയുർദോഷവും അപകടമരണവും മൃത്യുഞ്ജയൻ മാറ്റിത്തരും. ഭക്തമാർക്കണ്ഡേയനെ കാലനിൽ നിന്ന് രക്ഷിച്ച കഥ പ്രസിദ്ധമാണ്. ഓം ത്രയംബകം വിജാമഹി സുഗന്ധി പുഷ്ടിവർദ്ധനം എന്ന മൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ മാഹാത്മ്യം നമുക്ക് അറിയാം. നിത്യവും ശിവക്ഷേത്ര ദർശനം നടത്തുകയും ഭക്തരുടെ ആയുസ്സും ആരോഗ്യവും മഹാദേവന്റെ അനുഗ്രഹത്താൽ ലഭിക്കുകയും ചെയ്യും. നിത്യവും ശിവക്ഷേത്ര ദർശനം നടത്തി മൃത്യുഞ്ജയ മന്ത്രം ആവുന്നിടത്തോളം ജപിച്ചാൽ നമുക്ക് ആയുർദോഷങ്ങൾ മാറിക്കിട്ടും. അടുത്ത് 72-ാമത്തെ നാമമാണ് ഓം സൂക്ഷ്മ തനവേ നമഃ എന്നത്. അണുവിലോളം സൂക്ഷ്മമാകാനുള്ള സിദ്ധിവിശേഷം അത് മഹാദേവന് ഉണ്ട്. അണിമ, ഗിരിമ, ലഘുമ, മഹിമ, ഈശത്വം, വശിത്വം, പ്രാപ്യം, പ്രാകാശം എന്ന അഷ്ടസിദ്ധികൾ ഉള്ള ദേവനാണ് മഹാദേവൻ. അപ്പോൾ മറ്റുള്ളവർക്ക് ഗ്രഹിക്കാനോ ദർശിക്കാനോ സാധിക്കാത്ത അതിസൂക്ഷ്മനാണ് മഹാദേവൻ. എല്ലാ ജന്തുജാലങ്ങളുടെയും ആത്മാവിൽ അണുസമാനമായി വർത്തിക്കുന്നവൻ എന്ന് ഉപനിഷത്തിൽ പറയുന്നുണ്ട്. ആയതിനാൽ ഓം സൂക്ഷ്മ തനവേ, തനു എന്നാൽ ശരീരം, സൂക്ഷ്മമായ മറ്റാർക്കും കാണാനാവാത്ത അത്ര സൂക്ഷ്മമായ തനു ശരീരം ഉള്ളവനെ നമസ്കാരം എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. അടുത്ത് ഓം ജഗത് വ്യാപിനേ നമഃ. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥമെന്നാൽ സകല ജീവികളിലും പ്രാണികളിലും പശു പക്ഷി മൃഗാദികളിലും ശ്രീ പരമേശ്വരൻ്റെ ചൈതന്യം വ്യാപിച്ചിരിക്കുന്നു. ജീവൻ അല്ലെങ്കിൽ പ്രാണൻ അല്ലെങ്കിൽ ആത്മാവ് ഉള്ള ഏതു ജന്തുജാലത്തിലും മനുഷ്യരിലും ദേവന്മാരിലുമെല്ലാം ശിവൻ വാഴുന്നുണ്ട്. അപ്പോൾ ആ ശിവൻ നമ്മളിൽ നിന്ന് പോകുമ്പോഴാണ് നമ്മൾ ശിവൻ പോയ ശവമായി മാറുന്നത്. അപ്പോൾ നിസ്സാരമെന്നും നികൃഷ്ടരെന്നും വിചാരിക്കാവുന്ന എല്ലാ ജീവജാലങ്ങളിലും സകലത്തിലും വ്യാപിച്ചിരിക്കുന്നതിനാൽ ഓം സർവവ്യാപിനേ നമഃ അല്ലെങ്കിൽ ജഗത്ത് വ്യാപിനേ നമഃ എന്ന് മഹാദേവനെ നമ്മൾ പ്രകീർത്തിക്കാറുണ്ട്. 74-ാമത്തത് ഓം ജഗത് ഗുരവേ നമഃ. ആദിഗുരുവും ദക്ഷിണാമൂർത്തിയുമായ മഹേശ്വരനെയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. വൈദ്യനാഥനായും സകല വിദ്യകളുടെയും ഇരിപ്പിടം ആയും യമന്റെ ദിക്കിലേക്ക് ദർശനം നൽകുന്നവനും ആയ ആദിവൈദീശ്വരനും ആദിഗുരുവുമായ ജഗത്തിൻ്റെ ആദ്യത്തെ ഗുരുവുമായ, അതുകൊണ്ടാണല്ലോ സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരു പരമ്പര എന്ന് നമ്മൾ മഹാദേവനെ പ്രകീർത്തിക്കുന്നത്. അപ്പോൾ എല്ലാ ഗുരുക്കന്മാരുടെയും ഗുരുവായ ദക്ഷിണാമൂർത്തി സ്വരൂപനെയാണ് 74-ാമത്തെ നാമമായ ഓം ജഗത് ഗുരുവേ നമഃ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് 75-ാമത്തത് ഓം വ്യാമകേശായ നമഃ. ആകാശവ്യാപിയായ തലമുടി ഉള്ളവനാണ് മഹാദേവൻ. താണ്ഡവ നടനമാടുമ്പോൾ ഇരുവശങ്ങളിലുമായി ദിഗ്വ്യാപിയായ തലമുടി പരന്നിങ്ങനെ കിടക്കുന്നത് കാണാൻ സാധിക്കും. ആകാശഗംഗ ഭൂമിയിലേക്ക് വന്നപ്പോൾ മഹാദേവൻ ആകാശവ്യാപിയായ തലമുടിയിലാണ് ഗംഗയെ തടഞ്ഞു നിർത്തിയതെന്ന് സ്മൃതികളിൽ പറയുന്നു. 76-ാമത് ഓം മഹാസേന ജനകായ നമഃ. മഹാസേനൻ എന്നാൽ ദേവസേനൻ ആണ്. ദേവന്മാരുടെ സേനയുടെ അധിപനാണ് മഹാസേനൻ. അപ്പോൾ ശ്രീമുരുകനാണ് മഹാസേനൻ, ദേവന്മാരുടെ സൈന്യാധിപൻ. താരകാസുര നിഗ്രഹത്തിന് ശിവശക്തി പുത്രനായി ശ്രീമുരുകൻ ദേവസേനാനാഥനായി ദേവസേനാപതിയായി ജനിച്ചു. സ്വന്തം സേനയെ ശത്രുസൈന്യത്തിൽ നിന്നും രക്ഷിച്ചു നിർത്താൻ ശക്തിയുള്ളവൻ എന്നാണ് മഹാസേനൻ എന്ന നാമത്തിൻ്റെ അർത്ഥം. അപ്പോൾ 76-ാമത്തെ നാമം ഓം മഹാസേന ജനകായ നമഃ. ശ്രീമുരുകൻ്റെ ജനയിതാവായ മാതാപിതാക്കളായ ശിവശക്തിക്കായി ശിവനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. അടുത്ത ഓം ചാരുവിക്രമായ നമഃ. 77-ാമത്തെ നാമമാണ് ചാരുവിക്രമായ നമഃ. അർത്ഥമെന്തെന്നാൽ മനോഹരമായ കൃപാകടാക്ഷത്തോടും
പുഞ്ചിരിയോടും കൂടിയ ബലവാനെയാണ് ചാരുവിക്രമൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശിവൻ. ത്രിപുരന്മാരെയും കാലനെയും കാമദേവൻ ഹിംസിച്ചത് മഹാദേവന്റെ വിക്രമഭാവത്തിന്റെ ദൃഷ്ടാന്തമായി ഉദാഹരണമായി കാണുന്നു. സർവ അനുഗ്രഹവും ഭക്തജന രക്ഷയും ഈ വിക്രമഭാവത്തിൽ അടങ്ങിയിട്ടുണ്ട്. യുദ്ധസമർത്ഥനും അതിപരാക്രമശാലിയുമാണ് ചാരുവിക്രമൻ എന്ന നാമത്തിലൂടെ ശ്രീ മഹാദേവനെ ശിവനെ വിശേഷിപ്പിക്കുന്നത്. അടുത്ത് 78 ഓം രുദ്രായ നമഃ. ഭക്തരുടെ ദുഃഖകാരണങ്ങളുടെ അടിവേരിനെ നശിപ്പിക്കുന്നവനെ എന്നാണ്. അതായത് രുദ്രം എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത് രുദ്രം ഹേതുർവ ഇതി രുദ്ര എന്നാണ്. അതായത് മറ്റുള്ള ദേവന്മാർ ഭക്തജനങ്ങളുടെ ദുഃഖമാകുന്ന ആ വൃക്ഷത്തിന്റെ ശിഖരത്തിനെ കൊണ്ടയെ ഛേദിക്കുമ്പോൾ അത് പിന്നീട് വീണ്ടും കിളിർത്ത് വരും, ആ ദുഃഖം വീണ്ടും ഉണ്ടായി വരും. എന്നാൽ രുദ്രനാകട്ടെ ദുഃഖത്തിന്റെ കൊണ്ടയെ അല്ലെങ്കിൽ ശിഖരത്തിനെ അല്ല, ദുഃഖമാകുന്ന വൃക്ഷത്തിന്റെ അടിവേരിനെ നശിപ്പിക്കുന്നവൻ എന്നാണ് ഓം രുദ്രായ നമഃ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രവുമല്ല, വേദങ്ങളിൽ രുദ്രൻ എന്ന നാമത്തിലാണ് രണ്ടാമത്തെ വേദമായ യജുർവേദത്തിൽ 11 അനുവാക്കങ്ങളിലായി രുദ്ര മാഹാത്മ്യം ഉണ്ട്. അതിനെയാണ് ഇവിടെ 78ാമത്തെ നാമം ഓം രുദ്രായ നമഃ. അടുത്ത 79 ഓം ഭൂതപതയേ നമഃ. ഉണ്ടാകുന്നത് ഉത്ഭൂതമായത് ജനിച്ചതെന്തുമാണ് ഭൂതം. അല്ലാതെ ഭൂതമെന്ന് കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ ആളുകളെ പേടിപ്പിക്കുന്ന കണ്ണും തള്ളിക്കൊണ്ടിരിക്കുന്ന പിശാച് എന്നുള്ള അർത്ഥമല്ല ഭൂതം എന്ന് പറയുന്നത്. ഞാനും ഭൂതം, നിങ്ങളും ഭൂതം, ബ്രഹ്മാവും ഭൂതം, ഉണ്ടായത് എന്തൊക്കെ ഉണ്ടോ ഉത്ഭൂതമായതിനെയാണ് ഭൂതം എന്ന് പറയുന്നത്. അതിൻ്റെ എല്ലാം പ്രാണനെ നിയന്ത്രിക്കുന്നത് എന്നാണ് ഭൂതപതി. പതി എന്നാൽ നാഥൻ. സകല ഭൂതങ്ങളുടെയും സകല ജീവജാലങ്ങളുടെയും ഉത്ഭൂതമായ ഉണ്ടായ എന്തിൻ്റെയും പതി, നാഥൻ, ജഗൻ നിയന്ത്രതാവ് എന്ന അർത്ഥമാണ് ഓം ഭൂതപതയേ നമഃ. മാത്രമല്ല, സകലതിനും അടിസ്ഥാനം 5 കാര്യങ്ങളാണ്: ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഇതിനെയും ഭൂതം എന്ന് പറയാം, പഞ്ചഭൂതം എന്ന് അതിനെ പറയാം. അതിനെയാണ് ശിവന്റെ ചിത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ മണ്ണിനെ കാണാം, പുറകുവശത്ത് കാണുന്ന കൈലാസം, ജലത്തിനെ കാണാം, ജടയിൽ കൂടെ ഒഴുകുന്ന ഗംഗ, തീയെ കാണാം, ഈരിപുരുകത്തിന് നടുക്കുള്ള അഗ്നിക്കണ്ണ്, പിന്നെ ഭൂമിയെ കാണാം, പുറകുവശത്തുള്ള കൈലാസം, ഇങ്ങനെ വായുവിനെ കാണാം, ജഡയുടെ തത്വം. ഇങ്ങനെ ഈ പഞ്ചഭൂതങ്ങളെയും ശിവന്റെ തിരുസ്വരൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഓം ഭൂതപതയേ, പഞ്ചഭൂതങ്ങളുടെ പതയും അതോടൊപ്പം തന്നെ ഉത്ഭൂതമായ സകല ജീവനുള്ള ജീവികളുടെയും പ്രാണനുള്ള പ്രാണികളുടെയും ഈശ്വരനായവനെ പതിയായവനെ എന്നാണ് 79ാമത്തെ നാമം ഓം ഭൂതപതയേ നമഃ. 80 ഓം സ്ഥാണവേ നമഃ. സ്ഥാണവേ നമഃ എന്ന് പറഞ്ഞാൽ സ്ഥിരതയുള്ള, അപ്പോൾ മാറ്റമില്ലാത്ത എന്നാണ്. അപ്പോൾ 4 യുഗങ്ങളും കഴിഞ്ഞ് ബ്രഹ്മപ്രളയത്തിൽ സകലതും നശിക്കുമ്പോഴും ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള സകലതും നശിക്കുമ്പോഴും സ്ഥിരമായി നിൽക്കുന്ന, സ്ഥാണു എന്നാൽ തൂണു പോലെ ഉറച്ചു നിൽക്കുന്ന, ഒരു ചാഞ്ചല്യവുമില്ലാത്ത, ഒരു നാശവുമില്ലാത്ത നിൽക്കുന്ന അത് ഒരേ ഒരു മൂർത്തി ശിവൻ മാത്രമാണ്. അതുകൊണ്ടാണ് ബ്രഹ്മപ്രളയത്തിൽ നശിക്കാത്തവനായ, സ്ഥിരമായി നിൽക്കുന്ന, മരണമില്ലാത്ത തൂണുപോലെ ഉള്ള അതാണ് സ്ഥാണുമാലയൻ എന്നാണ്. അപ്പോൾ സ്ഥാണു എന്ന നാമത്തിന്റെ അർത്ഥം. നമ്മുടെ ശുചീന്ദ്രൻ ക്ഷേത്രത്തിൽ തമിഴ്നാട്ടിൽ സ്ഥാണുമാലയ ക്ഷേത്രമുണ്ട്. സ്ഥാണു എന്നാൽ ശിവൻ, മാൽ എന്നാൽ വിഷ്ണു, അയൻ എന്നാൽ ബ്രഹ്മാവ്. ഇവ 3 പേരുടെയും കൂടെ ഒരു ശിവലിംഗത്തിൽ പ്രതിഷ്ഠയായി സ്ഥാണുമാലയ ക്ഷേത്രം തമിഴ്നാട്ടിൽ ശുചീന്ദ്രൻ ക്ഷേത്രത്തിൽ ഉള്ളത് പ്രസിദ്ധമാണ്. അടുത്ത് 81ാമത്തെ നാമം ഓം ദിഗംബരായ നമഃ. അപ്പോൾ ദിഗംബരായ എന്ന് പറഞ്ഞാൽ വസ്ത്രം ഉടുത്തിരിക്കാത്ത എന്നല്ല അർത്ഥം. അത് ശിവനെ ഒരു പുരുഷ രൂപത്തിൽ കാണുമ്പോൾ ആണ്, സഗുണഭാവത്തിൽ കാണുമ്പോഴാണ് നമുക്ക് അങ്ങനെ ചിന്ത വരുന്നത്. യഥാർത്ഥത്തിൽ ശിവൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചമാണ്. പ്രപഞ്ചത്തിന് ഒരു വസ്ത്രം തയ്ക്കാൻ ഈ ലോകത്ത് ഒരു തയ്യൽക്കാരനെ കൊണ്ട് സാധ്യമല്ല. കിഴക്കും വടക്കും തെക്കും പടിഞ്ഞാറും അങ്ങനെ, പിന്നെ ഊർദ്ധദിക്ക്, പാതാള ദിക്ക് എന്ന് പറയുന്ന ദശദിശി വസനം, വേദം വക്രം ഷഡംഗം ദശദിശി വസനം. വേദങ്ങളാകുന്നു ശിവൻ രുദ്രന്റെ മുഖമെന്നും, ഷഡംഗം 6 ശാസ്ത്രങ്ങളാകുന്ന ശിക്ഷാകൽപ്പം, വ്യാകരണം എന്നിവയാകുന്നു ശരീരഭാഗങ്ങളെന്നും, ദശദിശി വസനം, ദശദിക്ക് 10 ദിക്കുകളാകുന്ന വസ്ത്രത്തിനെയാണ് ഈ പ്രപഞ്ചമാകുന്ന ശിവൻ ധരിച്ചിരിക്കുന്നത്, ഉടുത്തിരിക്കുന്നത് എന്നും വേദത്തിൽ പറയുന്നുണ്ട്, യജുർവേദത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഓം ദിഗംബരായ നമഃ എന്ന് പറഞ്ഞാൽ ദിക്കാകുന്ന അമ്പരത്തെ ധരിച്ചിരിക്കുന്നവനെ എന്നാണ്. 10 ദിക്കുകളാണ് രുദ്രദേവന്റെ, പ്രപഞ്ചേശ്വരനായ രുദ്രന്റെ ഉടുമുണ്ട് എന്നാണ് ഓം
അമ്പരം വസ്ത്രം, ദിക്ക് ദിക്കേന്, ദിഗംബരായ നമഃ എന്ന് 81ാമത്തെ നാമത്തിൽ മഹാദേവനെ ശിവനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അടുത്ത 82 ഓം അഹിർബുധന്യായ നമഃ. അഹി എന്നാൽ സർപ്പം എന്നർത്ഥം. നാഗലോകമായ പാതാളത്തിൽ നിന്ന് ഭൂസ്വർഗ പാതാളങ്ങളിൻ്റെ നാരായ വേരായി വർത്തിക്കുന്നവനും ബ്രഹ്മപ്രളയാനന്തരം അവശേഷിക്കുന്ന ആദിശേഷനായി വിരാജിക്കുന്ന മൂർത്തിയുമാണ് മഹാദേവന്റെ അഹിർബുധന്യ ഭാവം. പാദം പാതാളത്തിലും ഉടൽ ഭൂമിയിലും ശിരസ് തല ആകാശത്തിലുമായി അഹിർബുധന്യൻ എന്നൊരു ഏകാദശ രുദ്രന്മാരിൽ ഒരു രുദ്രനാണ്. ശിവന്റെ അംശഭാവങ്ങളാണ്. ഒന്നാണ് അഹിർബുധന്യൻ. അഹി എന്നാൽ സർപ്പം എന്നർത്ഥം. ഈ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടത്തിൻ്റെയും ഈ ജഗത്തിൻ്റെ നാരായ വേരായി അല്ലെങ്കിൽ അതിൻ്റെ നെടുനായകത്വമായി ഒരു മഹാസർപ്പമായി നിൽക്കുന്ന ശിവന്റെ ഏകാദശ രുദ്രഭാവങ്ങളിൽ ഒരു ഭാവത്തിൻ്റെ പേരാണ് അഹിർബുധന്യൻ. അഹിർബുധന്യൻ, ഏകപാദൻ, അജൈകപാദ്, ഇങ്ങനെ നിരവധി ഭാവങ്ങൾ 11 രുദ്രന്മാരുള്ളതിൽ ആദ്യത്തേതാണ് അഹിർബുധന്യൻ. അപ്പോൾ ഏകാദശ രുദ്രന്മാരിൽ 3ാമത്തെ രുദ്രനാണ് അഹിർബുധന്യൻ. 3ാമത്തേത്. മറ്റു ഇതര മൂർത്തികൾ രുദ്രന്മാരുണ്ട്. അത് വിശദമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വിശദീകരിക്കുന്നതാണ്. അപ്പോൾ അടുത്ത് 83 ഓം അഷ്ടമൂർത്തയേ നമഃ. അഷ്ടമൂർത്തി ഭാവത്തെക്കുറിച്ച് നമ്മുടെ കാളിദാസൻ ശാകുന്തളത്തിൻ്റെ നാന്ദി ശ്ലോകമായിട്ട് ഈശ്വരസ്തുതിയായിട്ട് കൊടുത്തിരിക്കുന്നത് അഷ്ടമൂർത്തിയാണ്. അപ്പോൾ മഹാദേവനെ സ്തുതിക്കുന്നു. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളും സൂര്യൻ, ചന്ദ്രൻ, ആത്മാവ് എന്നിവയും. അപ്പോൾ 5 3 8 അടുത്ത് ചേർന്ന മൂർത്തിയാണ് അഷ്ടമൂർത്തി. മാത്രമല്ല ക്ഷിതിമൂർത്തി ശർവൻ, ജലമൂർത്തി ഭവൻ, അഗ്നിമൂർത്തി രുദ്രൻ, വായുമൂർത്തി ഉഗ്രൻ, ആകാശമൂർത്തി ഭീമൻ, യജ്ഞമൂർത്തി പശുപതി, ചന്ദ്രമൂർത്തി മഹാദേവൻ, സൂര്യമൂർത്തി ഈശാനൻ. ഇവ 8ഉം ചേർന്നതാണ് അഷ്ടമൂർത്തി സങ്കല്പം മഹാദേവന്റെ ശിവന്റെ. അടുത്തത് മഹാദേവന്റെ ശിവന്റെ 108 അഷ്ടോത്തര നാമത്തിൽ അടുത്ത നാമം ഓം 84ാമത്തെ നാമം ഓം അനേകാത്മനേ നമഃ. വ്യത്യസ്തമായ ശരീരങ്ങളുടെ ആത്മാവായി സ്ഥിതി ചെയ്യുന്നവൻ, പ്രപഞ്ചത്തിൻ്റെ ആത്മാവായി പരിലസിക്കുന്ന പരമാത്മാവും പാർവതി സമേതനുമായ പരബ്രഹ്മമൂർത്തിയാണ് ശിവൻ. അനേകം ആത്മാക്കളിൽ കുടികൊള്ളുന്നത് ഏകമായ ആ പരമാത്മ ചൈതന്യം ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ഭിന്ന ഭിന്ന ശരീരങ്ങളിൽ ഭിന്ന ഭിന്നമാ ആത്മാവായി വർത്തിക്കുന്നത് ആ ഏകസ്വരൂപമായ പരമാത്മ ശിവ ചൈതന്യം തന്നെയാണ്. അപ്പോൾ എല്ലാ പുരുഷന്മാരും ശിവന്മാരാണ്, ലോകത്തുള്ള എല്ലാ സ്ത്രീകളും പാർവതിമാരും ആണ്. ഒരേ ഒരു ആത്മാവായ പരമാത്മാവിൻ്റെ ഭിന്ന ഭിന്ന രൂപങ്ങളാണ് ഓരോ അണുവിലും കുടികൊള്ളുന്നത്. ആയതിനാൽ 84ാമത്തെ ശിവ അഷ്ടോത്തര നാമമായി ഓം അനേകാത്മനേ നമഃ. അനേകമാത്മാവുകളിൽ കുടികൊള്ളുന്ന ശിവചൈതന്യത്തെയാണ് ഇവിടെ ഓം അനേകാത്മനേ നമഃ എന്നതുകൊണ്ട് 84ാമത്തെ നാമത്തിൽ പ്രകീർത്തിക്കുന്നത്. ഇനി 85ാമത്തത് ഓം സാത്വികായ നമഃ. സത്വഗുണം വെളുപ്പ്, രജോ ഗുണം ചുവപ്പ്, തമോ ഗുണം കറുപ്പ് എന്നിവയാണ് ത്രിഗുണങ്ങൾ. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ത്രിഗുണങ്ങളിൽ അധിഷ്ഠിതം ആണ്. ദുഷ്ടനിഗ്രഹത്തിന് മാത്രമാണ് സത്വഗുണപ്രധാനമായ മഹേശ്വരൻ തമോ ഗുണം സ്വീകരിക്കുന്നത്. ദുഷ്ടസംഹാരത്തിന് തമോ ഗുണമാണ് വേണ്ടതും. സാത്വിക ഭാവത്തിൽ വിദ്യയും ധനവും ആയുസ്സും നൽകുന്നു. സാത്വിക മൂർത്തി ഭാവത്തിൽ വിദ്യയും ധനവും നൽകുന്നു ഭക്തജനങ്ങൾക്ക്. തമോ ഗുണപ്രധാനൻ എന്ന് മഹാദേവനെ പറ്റി പറയാറുണ്ടെങ്കിലും അത് അസുര നിഗ്രഹ ആ സമയത്ത് ആ ഭാവത്തിൽ മാത്രമേ ഈ തമോ ഗുണപ്രധാനമായ രൂപം മഹാദേവൻ സ്വീകരിക്കാറുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ തന്നെ സത്വഗുണപ്രധാനമായ വെളുത്ത നിറം, ഭസ്മത്തിൻ്റെ നിറം, പാലിൻ്റെ നിറം, മഞ്ഞിൻ്റെ നിറം ഇവയൊക്കെയാണ് ശിവന്റെ നിറമായി. അഘോരഭാവത്തിൽ ദുഷ്ടനിഗ്രഹത്തിന് തമോ ഗുണപ്രധാനമായ നീലനിറം സ്വീകരിക്കുന്നു. അങ്ങനെ ഓം സാത്വികായ നമഃ, സത്വഗുണപ്രധാനനായവനേ ശിവനേ എന്നാണ് ഈ 85ാമത്തെ നാമത്തിൻ്റെ അർത്ഥം. അടുത്ത് 86ാമത് ഓം ശുദ്ധവിഗ്രഹായ നമഃ.
ശുദ്ധവും ശുഭ്രവുമായ രൂപമാണ് മഹേശ്വരൻ്റേത്. അഭിഷേകപ്രിയോ രുദ്ര, അലങ്കാരപ്രിയോ വിഷ്ണു എന്നാണ് ആപ്തവാക്യം. അപ്പോൾ ശുദ്ധമായ വിഗ്രഹത്തോടു കൂടിയവനും ശുഭ്രമായ ശരീരത്തോടു കൂടിയവനും സച്ചിത് ആനന്ദത്തിൽ വിരാജിക്കുന്ന ശോകരഹിതനും ഭക്തർക്ക് വിശേഷേണ ഗ്രഹിക്കാൻ തക്കവണ്ണമുള്ള രൂപത്തോടു കൂടിയവനും ആകയാൽ ഓം ശുദ്ധ വിഗ്രഹായ നമഃ എന്ന് 86 നാമത്തിൽ ശിവനെ വിശേഷിപ്പിക്കുന്നു. അടുത്ത് 87 ഓം ശാശ്വതായ നമഃ. ഇതിൻ്റെ അർത്ഥം ബ്രഹ്മപ്രളയത്തിന് മുമ്പും ബ്രഹ്മപ്രളയത്തിന് ശേഷവും എന്നും നിത്യനും നിരാമയനും ആയി ശാശ്വതനുമായി മഹാദേവൻ ഈ പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്നു. മരണമില്ലാത്ത ഒരേ ഒരു ദേവൻ മഹാദേവൻ മാത്രമാണ്. ശാശ്വതമെന്ന് പറഞ്ഞാൽ സ്ഥിരമായുള്ളത്, നശിക്കാത്തത്, നാശമില്ലാത്തത് എന്നാണ് അർത്ഥം. നിത്യവും സത്യവുമാണ് ശിവൻ, ശിവചൈതന്യം. ആ ചൈതന്യത്തിന് നാശമോ മരണമോ ഇല്ല, അത് ശാശ്വതമാണ്, എന്നെന്നും നിലനിൽക്കുന്നതാണ് എന്നാണ് 87 നാമമായ ഓം ശാശ്വതായ നമഃ എന്ന നാമത്തിൻ്റെ അർത്ഥം. 88 ഓം ഖണ്ഡപരശവേ നമഃ. പരശു എന്ന അസുരനെ ഖണ്ഡിച്ചവൻ. നരനാരായണന്മാരിൽ നരനുമായി യുദ്ധം ചെയ്യുമ്പോൾ നരൻ പ്രയോഗിച്ച പരശുവിനെ മഹാദേവൻ ശൂലത്താൽ മുറിച്ചു. ശത്രുക്കളെ പരശുവിനാൽ ഖണ്ഡിക്കുന്നവൻ, ശത്രുക്കളാകുന്ന വനത്തെ വെട്ടി നിരത്തുന്ന മഴു പോലുള്ള പരശു എന്ന ആയുധം കയ്യിൽ ധരിച്ചിരിക്കുന്നവൻ എന്നും 88 നാമമായ ഖണ്ഡപരശവേ നമഃ എന്ന നാമത്തിന് അർത്ഥം ഉണ്ട്. അപ്പോൾ ഖണ്ഡപരശുവേ നമഃ എന്ന് ചില പാഠഭേദങ്ങളുമുണ്ട്. ഇവിടെ ഖണ്ഡപരശവേ നമഃ എന്നാണ്. ആ പരശുവാണ് പരശുരാമന് കൊടുത്തത്. ആ ധർമ്മത്തിന് വേണ്ടി പൊരുതാൻ വേണ്ടി ശിഷ്യനായ പരശുരാമന് കൊടുത്തത് ഈ പരശു ആണ്. അടുത്ത് 89 ഓം അജായ നമഃ. ഏകാദശ രുദ്രന്മാർ 11 പേരുണ്ട്. അതിൽ ഒരു ചൈതന്യമൂർത്തിയാണ് അജൻ. ഇതിൻ്റെ അർത്ഥം എന്തെന്നാൽ മറ്റാരും ശിവനെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയും ഇല്ല. മറ്റാരാലും തോൽപ്പിക്കാൻ കഴിയാത്തവൻ, ജനിക്കാത്തവൻ എന്നും അജായ നമഃ എന്നുള്ള ഒരു നാമമുണ്ട്. ശിവന് ജനനവുമില്ല മരണവുമില്ല എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ മറ്റാരാലും ജയിക്കാൻ കഴിയാത്തവൻ, ശിവനെ ജയിക്കാൻ, ശിവനെ തോൽപ്പിക്കാൻ ആരും ഈ ലോകത്തുണ്ടായിട്ടില്ല ഒന്ന് ഒരർത്ഥം. മറ്റൊന്ന് ജനിമൃതികളില്ലാത്തവൻ, ജനിച്ചിട്ടില്ലാത്തവൻ എന്ന് രണ്ടാമതൊരർത്ഥവും, ജനിമൃതികൾക്ക് അതീതനായവനൊന്നൊരർത്ഥവും ഈ 89 നാമത്തിന് അർത്ഥമായിട്ടുണ്ട്. 90 ഓം പാശവിമോചകായ നമഃ. പാശമെന്നാൽ കാലന്റെ പാശത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നവനാണ് ശിവൻ. ജീവിതമാകുന്ന ഈ പാരാവാരത്തിൽ നിന്നും രക്ഷിക്കുന്നവൻ എന്നും അറിവില്ലായ്മയിൽ നിന്നും കരകയറ്റുന്നവൻ എന്നും 3 അർത്ഥങ്ങൾ പാശവിമോചകായ നമഃ എന്നതിൽ കൂടെ ഉണ്ട്. പാശം പശുപതി, പാപത്തിൽ നിന്നും ഈ ജീവിതമാകുന്ന പാരാവാരത്തിൽ അതിനെ ഒരു പാശമായി കയറായി കണക്കാക്കിയാൽ ആ പാശത്തിൽ നിന്നും നമ്മെ കരകയറ്റുന്നവൻ എന്ന അർത്ഥം ശിവന് 90 നാമമായി ഓം പാശ വിമോചകായ നമഃ. ജീവിത സാഗരത്തിൽ നിന്നും രക്ഷിക്കുന്നവൻ, അല്ലെങ്കിൽ കാലന്റെ പാശത്തിൽ നിന്നും, കാലപാശത്തിൽ നിന്നും, അകാല മരണത്തിൽ നിന്നും, ആപത്ത് മരണത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നവൻ എന്ന് ഉള്ള അർത്ഥം ഈ അഷ്ടോത്തര നാമത്തിൽ 90 നാമം ഓം പാശ വിമോചകായ നമഃ. അടുത്ത് 91 ഓം മൃഢായ നമഃ. മൃഢൻ എന്നാൽ സുഖം നൽകുന്നവൻ എന്ന് അർത്ഥം. 5 വിധമായ സുഖങ്ങൾ, കണ്ണിന്, മൂക്കിന്, നാക്കിന്, കാതിന്, ത്വക്കിന് ഒക്കെ സുഖങ്ങൾ തരുന്നവൻ എന്നാണ്. എന്നെന്നും നിലനിൽക്കുന്ന സുഖം അതാണ്. മദ്യപിക്കുമ്പോഴുണ്ടാകുന്ന സുഖം താൽക്കാലിക സുഖമാണ്. കുറച്ച് വസ്തുക്കൾ വാങ്ങിയിടുമ്പോഴുള്ള സുഖം താൽക്കാലിക സുഖമാണ്. എന്തെങ്കിലും കടം വരുമ്പോൾ അത് വിൽക്കുന്നു. മദ്യത്തിൻ്റെ കെട്ടിറങ്ങി പോയാൽ പിന്നെ അതിനെ മദ്യപാനത്തിൻ്റെ സുഖം നിൽക്കുക. ഇതല്ല, ഈശ്വരൻ
ശിവന്റെ തിരുനടയിൽ നിന്നും നമുക്ക് ഒരു സുഖം അനുഗ്രഹം കിട്ടിയാൽ അത് ശാശ്വതമായ ഒരിക്കലും നശിക്കാത്തതായിട്ടുള്ള സുഖം തരുന്നവനാണ് മൃഡൻ എന്നതുകൊണ്ട് ശിവനെ ഉദ്ദേശിക്കുന്നത്. മൃഡൻ എന്നാൽ ശാശ്വതമായ സുഖം നൽകുന്നവൻ. ശ്രീ പാർവതീ ദേവിക്ക് മൃഡാനി എന്നൊരു നാമമുണ്ട്, ശിവന് മൃഡൻ എന്നൊരു നാമവുമുണ്ട്. മൃഡൻ എന്ന നാമത്തിന്റെ സ്ത്രീലിംഗമാണ് മൃഡാനി. ഭക്തജനങ്ങൾക്ക് നിത്യവും ശാശ്വതവുമായ സുഖം നൽകുന്നവനാണ് മൃഡൻ. അടുത്ത് 92ാമത്തെ നാമം ഓം പശുപതയേ നമഃ. പശുക്കൾക്കെല്ലാം നന്മ നൽകുന്ന, പശു എന്ന് പറയുന്ന മലയാളത്തിൽ പറയുന്ന അർത്ഥമല്ല, അങ്ങേ ബ്രഹ്മദേവൻ മുതൽ അങ്ങ് വിഷ്ണുദേവൻ മുതൽ ദേവന്മാര്, ഋഷീശ്വരന്മാര്, മനുഷ്യര്, ഗന്ധർവന്മാര്, കിന്നരന്മാര്, കിംപുരുഷന്മാര് തുടങ്ങിയ സകലതിനെയും ചേർത്ത് മലയാളത്തിൽ ഒരു വാക്കില്ല, സംസ്കൃതത്തിലുണ്ട്, അതാണ് പശു. മലയാളത്തിൽ പശു എന്ന് പറഞ്ഞാൽ നമ്മൾ തൊഴുത്ത് കെട്ടി പാലിറക്കുന്ന ആ നാൽക്കാലി മൃഗം, അതല്ല ഇവിടെ. പശു എന്ന് പറയുന്ന ഈ സമഗ്രമായ സകലവർക്കും, ഈ പറഞ്ഞ എല്ലാവർക്കും നന്മ നൽകുന്ന ആവനും അതിൻ്റെ പതിയായവനും ഈശ്വരൻ ആയവനും എന്നാണ് പശുപതയേ നമഃ എന്ന് 92ാമത്തെ ശിവ അഷ്ടോത്തരനാമത്തിൻ്റെ അർത്ഥം. അടുത്ത് ഓം ദേവായ നമഃ. ദേവൻ എന്നാൽ ജഗത്തിനെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്നവൻ. ക്രീഡാവിനോദം പോലെ സൃഷ്ടിക്കുന്നു, അതിനെ നിലനിർത്തുന്നു, ഒടുവിൽ കുട്ടികൾ മണ്ണപ്പം ചുട്ട് ചിരട്ടയിൽ അതിനെ അണ്ണപ്പം അഴിച്ച് വീണ്ടും അതിനെ സൃഷ്ടിക്കുന്ന അത് മനോഭാവത്തിൽ മഹാദേവൻ ഒരു ക്രീഡ എന്ന വണ്ണം, ഒരു ലീല എന്ന വണ്ണം ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും സംഹരിക്കുകയും ചെയ്യുന്നതിനെയാണ് ദേവത്വം. ദേവനത്തിൽ സംഹരിച്ച് ഇതിന് പറയുന്നതാണ് ദേവന. ആ ദേവനത്തിൽ അഭിരമിക്കുന്നത് കൊണ്ടാണ് ദേവൻ എന്നുള്ള നാമം. 93 ഓം ദേവായ നമഃ. മാത്രമല്ല അതാ അടുത്ത് വരുന്നു മഹാദേവായ നമഃ, 94ാമത്തെ നാമം. അടുത്ത 94ാമത്തെ നാമം ഓം മഹാദേവായ നമഃ. അർത്ഥം ദേവന്മാരിൽ ഏറ്റവും കൂടുതൽ മാഹാത്മ്യം ഉള്ളവൻ. വ്രതങ്ങളിൽ ശിവരാത്രിക്ക് മാത്രമേ മഹാ എന്ന വിശേഷണം ഉള്ളൂ. മഹാശിവരാത്രി മഹത്വം സകല ദേവന്മാരും ഏതൊരു ദേവനെയാണോ പൂജിക്കുന്നത് ആ ദിനവുമാണ് മഹാശിവരാത്രി ദിനം. അപ്പോൾ നദികളിൽ ഗംഗയും, ദേവന്മാരിൽ ശിവനും, വ്രതങ്ങളിൽ ശിവരാത്രിയും, യാഗങ്ങളിൽ അശ്വമേധ യാഗവും, ഹോമങ്ങളിൽ മൃത്യുഞ്ജയ ഹോമവും ഒന്നാമതായി നിൽക്കുന്നു എന്നാണ് അറിവുള്ളവർ പറയുന്നത്. അപ്പോൾ ഓം മഹാദേവായ നമഃ, ഏറ്റവും ശ്രേഷ്ഠമായ മാഹാത്മ്യമുള്ള ദേവൻ ആയതുകൊണ്ട് ശിവനെ 94ാമത്തെ നാമത്തിൽ ഓം മഹാദേവായ നമഃ എന്ന് വിശേഷിപ്പിക്കുന്നു. 95 ഓം അവ്യയായ നമഃ. നാശരഹിതൻ, ജനിക്കുകയോ മരിക്കുകയോ ചെയ്യാത്തവൻ. എന്തെങ്കിലും ചൈതന്യത്തിൽ ഒരു വ്യയം എന്ന് പറഞ്ഞാൽ കുറവ്, അതിൻ്റെ വിപരീത നാമമാണ് അവ്യയം. അവ്യയൻ എന്ന് പറഞ്ഞാൽ ബാല്യം, കൗമാരം, വാർദ്ധക്യം, മരണം ഇവയൊന്നും ശിവനില്ല. മറ്റുപദേവന്മാർക്കാണ് ഇഴഞ്ഞു കളിക്കുന്ന ആ രൂപം, വടിയും കുത്തിക്കൊണ്ട് നടക്കുന്ന രൂപം, ഇതൊക്കെ ഇതര ദേവന്മാർക്കുണ്ട്. ശിവൻ ഈ പ്രപഞ്ചമാണ്, പ്രപഞ്ചത്തിന് വയസ്സാവുകയില്ല. പ്രപഞ്ചം എന്നും 17 വയസ്സുള്ള നിത്യ യൗവനം ആണ്. 99 വയസ്സായി മരിക്കാൻ കിടക്കുന്ന ഒരു വൃദ്ധൻ്റെയും അവൻ്റെ ആത്മാവിന്, ഉയിരിന്, ജീവന് എന്നും നിത്യ 17 വയസ്സായിരിക്കും. ഈ ഉയിരിനെയാണ്, ജീവനെയാണ്, പ്രാണനെയാണ്. പ്രാണൻ ഒരിക്കലും വയസ്സാവുകയില്ല. ആ പ്രാണനെയാണ് ശിവൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ശിവൻ അവ്യയനാണ്, ഒരു വാർദ്ധക്യത്തിലേക്ക് എത്തുന്നില്ല, യൗവനത്തിന് ഒരു കുറവും ഉണ്ടാകുന്നില്ല, ബലത്തിനോ അല്ലെങ്കിൽ വീര്യത്തിനോ ഒരു കുറവുമില്ല. ആ വ്യയം എന്നാൽ കുറയാത്തവൻ, ചൈതന്യത്തിലും പ്രായത്തിലും അനുഗ്രഹസിദ്ധിയിലും ഒരു കുറവും ഒരിക്കലും കൽപ്പാന്തകാലം കഴിഞ്ഞാലും ബ്രഹ്മപ്രളയത്തോളം ഉണ്ടാകാത്തവൻ ആയതുകൊണ്ട് ശിവനെ ഓം 95ാമത്തെ നാമം ഓം അവ്യയായ നമഃ. അടുത്ത് 96 നാമം 96 ഓം ഹരായ നമഃ. ഹരേ നമഃ. ഹരൻ എന്ന് പറഞ്ഞാൽ പാപങ്ങളെ സംഹരിക്കുന്നവൻ, ദുഷ്ടന്മാരെ സംഹരിക്കുന്നവൻ, ഛിദ്രശക്തികളെ സംഹരിക്കുന്നവൻ എന്നാണ് ഹരൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അല്ലാതെ ഹരൻ ഒരു വെട്ടുവത്തിയും കൊണ്ടുവന്ന് ഇങ്ങനെ ആളുകളെ കൊല്ലാൻ വേണ്ടി നടക്കുന്ന ആ ഒരു ഭാവമല്ല ഹരൻ എന്ന നാമത്തിന് ഉള്ളത്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഹരൻ എന്നൊക്കെ പറയുമ്പോൾ, ഹരൻ എന്ന് പറയുമ്പോൾ കൊല്ലുന്ന ദേവനാണ് ഹരൻ ശിവൻ എന്നും, സൃഷ്ടിക്കുന്ന ദേവനാണ് ബ്രഹ്മാവ് എന്നൊക്കെ ഉള്ള അർത്ഥങ്ങളാണുള്ളത്. അത്
തെറ്റായ വ്യാഖ്യാനമാണ്. ഹരൻ എന്നതിൻ്റെ അർത്ഥം പാപങ്ങളെ സംഹരിക്കുന്നതിനെയാണ്. അറിഞ്ഞോ അറിയാതെയോ ഭക്തജനങ്ങൾ ചെയ്തു പോകുന്ന പാപങ്ങളെ സംഹരിക്കുന്നവനെന്നാണ് ഹരൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ശിവചൈതന്യം തന്നെയാണ് വിഷ്ണുവിലും വാഴുന്നത്, ശിവചൈതന്യം തന്നെയാണ് ബ്രഹ്മാവിലും ഉള്ളത്. അതുകൊണ്ടാണ് ബ്രഹ്മാവിനെ സൃഷ്ടിക്കാനും ശിവൻ അനുഗ്രഹം കൊടുക്കുന്നു. അടുത്തത് നാമം 97. ഓം ഭഗനേത്രഭിതേ നമഃ. ഭഗനേത്രഭിതേ നമഃ. ഭഗൻ എന്നാൽ സൂര്യൻ എന്ന് അർത്ഥം. അപ്പോൾ സൂര്യനും ചന്ദ്രനും അഗ്നിയും മഹാദേവന്റെ 3 കണ്ണുകൾ ആണ്. അപ്പോൾ ദക്ഷന്റെ യാഗഭൂമിയിലെത്തിയ വീരഭദ്രസ്വാമിയെ കണ്ണുകൊണ്ട് ആക്ഷേപിച്ച ഭഗന്റെ കണ്ണുകളെ ചൂഴ്ന്നെടുത്തവൻ എന്ന് ദക്ഷന്റെ യാഗഭൂമിയിലേക്ക് എത്തി വീരഭദ്രസ്വാമികൾ ശിവചൈതന്യം അവിടെ പരിഹസിച്ച് ചിരിച്ചു. അപ്പോൾ ആ കണ്ണുകളെ മഹാദേവൻ ശിവൻ ചൂഴ്ന്നെടുത്തു. അങ്ങനെ 97ാമത്തെ നാമം ഓം ഭഗനേത്രഭിതേ നമഃ എന്നൊരു നാമം ഉണ്ടായി. അടുത്ത് 96ാമത്തത് ഓം അവ്യക്തായ നമഃ. ശിവമാഹാത്മ്യം ഋഷീശ്വരന്മാർക്ക് പോലും ദുർഗ്രാഹ്യമാണ്. മഹേശ്വര ഭക്തർക്ക് ലഭിക്കുന്ന മോക്ഷവും പുണ്യവും അനുഗ്രഹസിദ്ധിയും സ്വന്തം കാരുണ്യത്താലാണെന്ന് ആരെയും അറിയിക്കാൻ ശിവൻ ഇഷ്ടപ്പെടുന്നില്ല. ഭക്തർ അറിയാതെ അവർക്ക് നന്മകൾ നൽകുന്ന അവ്യക്ത ഭാവം. ധനദേവനായ മഹാലക്ഷ്മിക്കും ധനദേവതയായ കുബേരനും ധനാനുഗ്രഹസിദ്ധം നൽകുന്ന ധനഭൈരവമൂർത്തി തന്നെ ഭിക്ഷാന്തേഹി ആവുക. വൈരുദ്ധ്യമുണ്ടാക്കുന്ന ഈ അവ്യക്തതയാണ് ഓം അവ്യക്തായ നമഃ എന്ന നാമത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 98ാമത്തെ നാമം ഓം അവ്യക്തായ നമഃ. അടുത്ത് ഓം ദക്ഷാത്വര സംഹാരകായ നമഃ. 99ാമത്തെ നാമം. ദക്ഷന്റെ ഈ യാഗത്തിനെ മഹാദേവനെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ദേവന്മാരെ വിളിച്ചുകൂട്ടി ദക്ഷൻ ഒരു യാഗം നടത്തിയത്, ദക്ഷയാഗം. അവിടെയാണ് ശിവനെ അധിക്ഷേപിച്ച വാക്കുകൾ കേൾക്കാനാവാതെ സതീദേവി ജീവത്യാഗം അഗ്നിയിൽ ആത്മാഹുതി ചെയ്തത്. ആ കഥയൊക്കെ ലോകപ്രസിദ്ധമാണ്. അങ്ങനെ ഈ ദക്ഷന്റെ അധ്വരം എന്നാൽ യാഗത്തെ സംഹരിച്ചവനായതുകൊണ്ടാണ് ദക്ഷാത്വര സംഹാരകായ നമഃ എന്ന് മഹാദേവന്, ദക്ഷാത്വര ഹരായ നമഃ എന്ന് മഹാദേവന് ശിവന് നാമം ഉണ്ടാകാൻ കാരണം. അടുത്ത് ഹരായ നമഃ, ഹരയേ നമഃ എന്നായിരുന്നു 96ാമത്തെ നാമം. ഇവിടെ ചെറിയൊരു അക്ഷര വ്യത്യാസമുണ്ട്. ഓം ഹരയേ നമഃ. ഇവിടെ 100ാമത്തേത് ഓം ഹരായ നമഃ എന്ന് പറഞ്ഞാൽ, ഹരിക്കുക എന്ന് പറഞ്ഞാൽ തിന്മയെ സംഹരിക്കുക, പാപങ്ങളെ സംഹരിക്കുക, ദുഷ്ടന്മാരെ സംഹരിക്കുക എന്നാണ്. അല്ലാതെ നന്മയെ സംഹരിക്കുന്നതല്ല. ഭക്തജനങ്ങൾക്ക് നന്മയും അവരുടെ പാപങ്ങളെയും ജീവിതാന്ത്യത്തിൽ അവർക്ക് മോക്ഷം നൽകുന്നതിന് വേണ്ടി അവർ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളെ സംഹരിക്കുന്നതാണ് ഹരന്റെ കർമ്മം. അതുപോലെ ദുഷ്ടനായ കാമദേവനെയും കാലനെയും അമിതമായ കാമവികാരത്തെ സംഹരിക്കുന്നു. അതുപോലെ തന്നെ അഹങ്കാരിയായ ദക്ഷനെ സംഹരിക്കുന്നു. അതുപോലെ തന്നെ കംഹാസുരൻ എന്ന അസുരനെ സംഹരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് സംഹാരം എന്ന വാക്കിന്റെ അർത്ഥം. പക്ഷേ പലരും പ്രചാരണം കൊടുക്കുന്നത് ശിവൻ എല്ലാത്തിനെയും സംഹരിക്കുന്നു എന്നാണ്. അത് തെറ്റായി അജ്ഞാനികൾ പ്രചരിപ്പിക്കുന്നതാണ്. തിന്മയെ ഇല്ലാതാക്കുന്നവൻ, നശിപ്പിക്കുന്നവൻ എന്നാണ് 100ാമത്തെ നാമമായ ഓം ഹരായ നമഃ എന്ന നാമത്തിന്റെ അർത്ഥം. 100ാമത്തെ നാമം ഓം ഹരായ നമഃ. ഇനി 101ാമത്തേത് ഓം പൂഷദന്തിപിതേ നമഃ. ദക്ഷന്റെ ഹോമം നടന്നുകൊണ്ടിരുന്നപ്പോൾ വീരഭദ്രസ്വാമികൾ കോപാകുലനായി ശിവചൈതന്യം അവിടെ വന്നപ്പോൾ വീരഭദ്രസ്വാമിയെ കണ്ട് പുഷാവ് എന്ന് പറയുന്ന ഒരു ദേവൻ പല്ലിളിച്ച് കാണിച്ച് പരിഹസിച്ചു. ആ പുഷാവിൻ്റെ ദന്തത്തിനെ, പല്ലിനെ വലിച്ചു ഊരിയെടുത്തു എന്ന് പറയുന്നു ശ്രുതികളിലാണ് പറയുന്നത്. അങ്ങനെ അപ്രകാരം പുഷാവ് എന്ന ആ പല്ലിളിച്ച് പരിഹസിച്ച ദേവനാണ്, അസുരനല്ല ദേവനാണ്. വിഷ്ണുദേവന്റെ സാന്നിധ്യവുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ബ്രഹ്മാവ് അവിടെ ഉണ്ടായിരുന്നു. അവരെ
ദേവന്മാരെ എല്ലാം കൂട്ടിന് വിളിച്ചു ദക്ഷൻ. നിങ്ങളൊക്കെ ഉണ്ടെങ്കിലേ എനിക്കിത് പൂർത്തിയാക്കാൻ സാധിക്കുള്ളൂ, എന്നെ സഹായിക്കാൻ നിങ്ങൾ വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവരെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് വീരഭദ്രസ്വാമികൾ ഈ പല്ലിളിച്ച് കാണിച്ച പുഷാവ് എന്ന് പറയുന്ന ദേവന്റെ പല്ലിനെ വലിച്ച് ഊരിയെടുത്തത് കൊണ്ട് 101ാമത്തെ നാമം ഓം പൂഷദന്തിഭിദ, ദന്തം പല്ല്, ദന്തിഭിദേ നമഃ. അടുത്ത 102 ഓം അവ്യഗ്രായ നമഃ. പരിഭ്രമമോ പരിഭ്രാന്തിയോ ഭയമോ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് അവ്യഗ്ര, ഒരു വ്യഗ്രതയും ഇല്ല. ദുഷ്ടന്മാരെ എതിർക്കുമ്പോഴും നന്മയുടെ പക്ഷത്തുള്ളവർക്ക് ഭയവും വ്യഗ്രതയും തോന്നാറുണ്ടോ? ഞാൻ ഇവനെ ഈ തെറ്റവൻ ചെയ്തിട്ടാണ് സംഹരിക്കുന്നതെങ്കിൽ ഇവന് എന്തെങ്കിലും ഒരു ഉൾഭയം ഉണ്ടാകാറുണ്ട്. മഹേശ്വരൻ വ്യഗ്രതയില്ലാത്തവനാണ്. ഇളകാത്ത, ഭ്രമിക്കാത്ത, ശാന്തമായ, സ്ഥിരമായ ഒരു ഭാവമാണ് എപ്പോഴും മഹാദേവനുള്ളത്. ആ ദക്ഷനെ സംഹരിക്കുമ്പോഴും ഇളക്കമോ മുഖത്ത് പരിഭ്രമമോ ഒന്നും തന്നെയില്ല. അതുപോലെ തന്നെയാണ് അന്ധകാരസുരനെ സംഹരിച്ചപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട്, ഉള്ളിൽ ഒരു പരിഭ്രാന്തിയും ഇല്ലാത്തവനാണ്. ഏത് മഹത്തായ ശ്രേഷ്ഠമായ കർമ്മം ചെയ്യുമ്പോഴും ദുഷ്ടനിഗ്രഹം ചെയ്യുമ്പോഴും സാധാരണ മുഖത്തൊരു പരിഭ്രമം കാണും ഈ ദുഷ്ടന്മാരെ സംഹരിക്കുമ്പോൾ. പക്ഷെ ശിവന് ഒരു പരിഭ്രമവും ഇല്ല. ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കുന്നവരെ തിരുത്തുന്നതിന് വേണ്ടി മഹാദേവൻ പ്രവർത്തിക്കുമ്പോൾ ചിത്തത്തെ നിഗ്രഹം ചെയ്തുകൊണ്ട് മനസ്സിടറാതെ ആയിട്ടാണ് പാപികളെയും ദുഷ്ടന്മാരെയും ശത്രുക്കളെയും ശിവൻ സംഹരിച്ചിട്ടുള്ളത്. അപ്പോഴെല്ലാം മനസ്സിന് ഒരു ചാഞ്ചല്യമോ പരിഭ്രമമോ ഇല്ല. സാധാരണക്കാരാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അവരുടെ മനസ്സൊന്നിളകും, ഭയന്നു പോകും. അയ്യോ, ഇവന്റെ ശത്രുക്കൾ വന്നാൽ നമ്മെ വല്ലതും ചെയ്യുമോ, ഇവൻ എന്തെങ്കിലും ചെയ്യുമോ, അങ്ങനെയുള്ള പേടിയും ഭയവും ഒക്കെ സാധാരണക്കാർക്കുണ്ടാകും. പക്ഷേ ശിവൻ ഈ ദുഷ്ടന്മാരെ, ഹിംസകന്മാരെ സംഹരിക്കുമ്പോൾ, കാലനെയും കാമദേവനെയും ഒക്കെ സംഹരിക്കുമ്പോൾ യാതൊരു വിധമായ വ്യഗ്രതയും മനസ്സിനില്ല. അതുകൊണ്ടാണ് ഓം അവ്യഗ്രായ നമഃ എന്ന് 102ാമത്തെ നാമത്തിൽ അവ്യഗ്രായ നമഃ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി 103 ഓം സഹസ്രാക്ഷായ നമഃ. മഹാദേവൻ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിന്ന് ആനന്ദ നടനം ചെയ്യുമ്പോൾ 1000 പാദങ്ങളും അതുപോലെ 1000 നയനങ്ങളുമായി ആയിട്ടാണ് ഈ ആനന്ദ നടനം ചെയ്യുന്നതെന്ന് ശ്രുതികളിൽ പറയുന്നു. അടുത്ത നാമം ശിവ അഷ്ടോത്തര നാമത്തിൽ നാമാവലിയിലെ 105ാമത്തെ നാമം ഓം അപവർഗപ്രദായ നമഃ. അപവർഗപ്രദായ നമഃ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപവർഗം എന്നാൽ മോക്ഷം. ഭക്തജനങ്ങൾക്ക് മോക്ഷത്തെ പ്രകർഷേണ പ്രദാനം ചെയ്യുന്നവനാണ് അപവർഗപ്രദായകായ. പ്രകർഷേണ ദാനം ചെയ്യുന്നവനാണ് പ്രദായകൻ നമഃ എന്നർത്ഥം. സച്ചിദാനന്ദം നൽകുന്നവൻ. യഥാർത്ഥത്തിൽ ഉണ്മ എന്താണ്? സത്താണ്, ആത്മാവാണ്. അത് ആ ബോധം വരുന്നതാണ് ചിത്ത്. അപ്പോൾ ഉണ്ടാകുന്ന ആനന്ദമാണ് ഒരിക്കലും നശിക്കാത്ത ആനന്ദം. അതാണ് സച്ചിത് ആനന്ദം. അത് നൽകുന്നവനെ ശിവ മഹാദേവ എന്നാണ് 105ാമത്തെ നാമത്തിൻ്റെ അർത്ഥം. അടുത്ത 106 ഓം അനന്തായ നമഃ. കാലം, ദേശം ഇവയാൽ പരിമിതപ്പെടുത്താൻ സാധിക്കാത്തവൻ, അന്ത്യം അഥവാ മരണം ഇല്ലാത്തവൻ, നാശം ഇല്ലാത്തവൻ, അനന്തായ നമ എന്ന നാമത്തിൻ്റെ അർത്ഥം. അത് 106ാമത്തെ നാമമാണ്. ഇനി 107ാമത്തേത് ഓം താരകായ നമഃ. താരകം എന്നാൽ തോണി, ചങ്ങാടം, യാനം എന്നർത്ഥം. അപ്പോൾ മോക്ഷപഥത്തിൽ എത്തിച്ചേരാനുള്ള തോണി. ഈ ലോകത്ത് മനുഷ്യരായി ജനിച്ചാൽ ഈ സംസാര സാഗരത്തിൽ, ഈ ജീവിതസാഗരത്തിൽ നിന്ന് അക്കരെ എത്താനുള്ള തോണി ശിവതൃപ്പാദവും ആണ്. ശിവതൃപ്പാദം ആണ്. അപ്പോൾ താരകമന്ത്രം പ്രസിദ്ധമാണ്. മരണസമയത്ത് താരകമന്ത്രം ചെവിയിൽ ചൊല്ലിക്കൊടുത്താൽ മോക്ഷസിദ്ധി കൈവരും എന്നാണ് അറിവുള്ളവർ പറയുന്നത്. കാശിയിൽ മരിക്കുന്നവർക്ക് ശിവൻ കാതിൽ താരകമന്ത്രം ചൊല്ലിക്കൊടുക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആയതിനാൽ 107ാമത്തെ നാമം ഓം താരകായ നമഃ. താരകമന്ത്രം കാതിൽ ഓതിക്കൊടുക്കുന്നു എന്ന്. 108ാമത്തെ 108 അഷ്ടോത്തര ശതനാമാവലിയിൽ ഏറ്റവും അവസാനത്തെ 108ാമത്തെ നാമമാണ് ഓം പരമേശ്വരായ നമഃ. ശിവശക്തിക്ക് തുല്യമായോ ഉപരിയായോ മറ്റൊരു മൂർത്തിയും ഇല്ല. ഏറ്റവും മുകളിൽ ശിവശക്തിയാണ്. അതിന് താഴെ മാത്രമേ ഓരോരോ ക്രമമായിട്ട് ശിവശക്തിയുടെ 1000ൽ ഒരു അംശമാണ് ശിവൻ.
ശിവന്റെ 1000-ൽ അംശമാണ് താഴെ രുദ്രൻ, രുദ്രന്റെ 1000-ൽ അംശമാണ് വിഷ്ണു, വിഷ്ണുദേവന്റെ 1000-ൽ അംശമാണ് ബ്രഹ്മാവ്. ഇതാണ് പഞ്ചമൂർത്തി സങ്കല്പമെന്ന് ലളിതാ സഹസ്രനാമത്തിൽ ഹയഗ്രീവൻ എന്ന് വിഷ്ണുദേവൻ പറയുന്നു. പിന്നീട് അതിനെ അട്ടിമറിച്ചാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്നുള്ള 3ലേക്ക് ചുരുങ്ങിയത്. അപ്പോൾ ക്ഷേത്രവും പൂജയും ഇല്ലാത്ത ബ്രഹ്മാവിനെ ആദ്യം കൊണ്ടുവന്ന് പിന്നെ വിഷ്ണുദേവനെയും ഏറ്റവും ഒടുവിൽ ശിവനെയുമായിട്ട് അത് ഏതോ ചില ആൾക്കാർ ഉണ്ടാക്കിയ അത് അപൂർണമാണ്. കാരണം അതിനകത്ത് ദേവിയില്ലാതെ എന്തോന്ന് ഈശ്വര സങ്കല്പം. അപ്പോൾ ത്രിമൂർത്തി സങ്കല്പം അപൂർണമാണ്, അപക്വമാണ്. പഞ്ചമൂർത്തി സങ്കല്പമാണ് ഏറ്റവും ശ്രേഷ്ഠം. ലളിതാ സഹസ്രനാമത്തിൽ പഞ്ചമൂർത്തിയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് 108ാമത്തെ നാമം, ഓം പരമേശ്വരായ നമഃ. അപ്പോൾ ഇനി ഫലശ്രുതിയാണ്. വേദതുല്യമാണ് ഇവിടെ വിവരിച്ച ശിവ അഷ്ടോത്തര ശതം. പരാശക്തിയായ ശ്രീ പാർവതീദേവി ഈ നാമങ്ങളെ ദിവസം 3 നേരവും ജപിച്ച് ശിവധർമ്മ പത്നി ആയി. ശിവ അഷ്ടോത്തര ശതം പഞ്ചശുദ്ധിയോടെ ജപിക്കുന്നവരുടെ ജന്മാന്തരകൃത പാപങ്ങൾ നശിക്കുകയും അവർക്ക് ഭക്തിയും മുക്തിയും ലഭിക്കുകയും ചെയ്യും. ദേഹാന്ത്യത്തിൽ ശിവലോകവാസിയായി കഴിയാൻ അവർക്ക് ഭാഗ്യം ഉണ്ടാകും. ഓം നമഃശിവായ. ഇത് അഷ്ടോത്തര ശതനാമം സമാപ്തം.